ജോഡേം ഔർ വാക്യ ലിഖേം. യോജിപ്പിക്കാം, വാക്യമായിട്ട് എഴുതാം. സൂരജ് ദുനിയാ കോ ഊർജ ദേത്താ ഹേ. സൂര്യൻ ദുനിയാക്കോ ലോകത്തിന് ഊർജ ദേത്താ ഹേ ഊർജം തരുന്നു. അടുത്തത് പേട് ദുനിയാക്കോ ഫൂൽ ദേത്താ ഹേ. മരം ദുനിയാക്കോ ലോകത്തിന് പൂക്കൾ നൽകുന്നു. ഫൂൽ ദേത്താ ഹേ. ബാദൽ ദുനിയാക്കോ പാനി ദേത്താ ഹേ. മേഘം, ബാദൽ എന്ന് പറഞ്ഞാൽ മേഘം, ദുനിയാക്കോ ലോകത്തിനു പാനി ജലം നൽകുന്നു. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ. നെക്സ്റ്റ് പഹചാനി ഔർ ലിഖേം. തിരിച്ചറിയാം, എഴുതാം. ജീവൻ കാ ആധാർ ഹേ. ജീവന് അടിസ്ഥാനം. ജലം, ജൽ ഹേ, ജൽ എന്ന് എഴുതി കൊടുക്കുക. അത് കഴിഞ്ഞ് അടുത്ത ക്വസ്റ്റ്യൻ സൂരജ് പേട് ബാദൽ. ഇതെന്താണെന്നാണ്. അപ്പോൾ അടിയിൽ എഴുതാം സൂരജ് പേട് ബാദൽ എന്ന് എഴുതി കൊടുക്കുക. അടുത്തത് ആശയ് പഠേ ഔർ പങ്ക്തിയാം ഢൂഢേ. ആശയം വായിക്കാം, പങ്ക്തിയാം ഢൂഢേ കണ്ടെത്താം, വരികൾ കണ്ടെത്താം. കവി ചാഹത്താ ഹേ. കവി ആഗ്രഹിക്കുന്നു. സൂരജ് അപ്നി ഊർജ സേ പ്യാർ കരേ और संसार को ऊर्जा प्रदान करे. സൂര്യൻ തൻ്റെ ഊർജം കൊണ്ട് ഊർജാസെ പ്യാർ കരേ സ്നേഹിക്കുകയും സൻസാർ കോ ഊർജ പ്രദാൻ കരേ ലോകത്തിന്, സൻസാർ എന്ന് പറഞ്ഞാൽ ലോകം, സൻസാർ കോ ലോകത്തിന് ഊർജ പ്രദാൻ കരേ ഊർജം പ്രദാനം നൽകുകയും ചെയ്യുന്നു. മേഘ് അപ്നെ പാനി സേ പ്യാർ കരേ ഔർ പ്രകൃതി കി പ്യാസ് ബുജായേ. മേഘം തൻ്റെ ജലത്തെ സ്നേഹിക്കുകയും പ്രകൃതിയുടെ ദാഹം അകറ്റുകയും ചെയ്യുന്നു. ഈ വരികൾ വരുന്ന ഈ ആശയം പാഠത്തിൽ നിന്ന്, കവിതയിൽ നിന്ന് എടുത്തെഴുതാം. അപ്പോൾ നമുക്ക് സൂരജ് അപ്നി ഊർജ സേ പ്യാർ കരേ ഔർ സൻസാർ കോ ഊർജ പ്രദാൻ കരേ എന്ന് പറയുന്നതിനുള്ള ചോദ്യത്തിനുള്ള ആൻസർ നമുക്ക് കവിതയിൽ നിന്ന് കണ്ടെത്തി എഴുതാം. സൂരജ് അപ്നി ആഗ് സേ ഇത്തന പ്യാർ കരേ കി വഹ് ദേ സകേ ആഗ് ദുനിയാ കോ ഭി. ഇത് കവിതയിലെ ആദ്യത്തെ 4 വരിയാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അത് നമുക്ക് എടുത്തെഴുതാം. അടുത്തത് മേഘ് അപ്നെ പാനി സേ പ്യാർ കരേ ഔർ പ്രകൃതി കി പ്യാസ് ബുജായേ. മേഘം തൻ്റെ ജലത്തെ സ്നേഹിക്കുകയും പ്യാർ കരേ സ്നേഹിക്കുകയും പ്രകൃതി കി പ്യാസ് ബുജായേ പ്രകൃതിയുടെ ദാഹം അകറ്റുകയും ചെയ്യുന്നു. ഇത് വരുന്ന കവിതയിൽ വരുന്ന സെൻറ്റൻസ് വരികൾ ബാദൽ അപ്നെ ജൽ സേ ഇത്തന പ്യാർ കരേ കി വഹ് ദേ സകേ ജൽ ദുനിയാ കോ ഭി. അടുത്ത ക്വസ്റ്റ്യൻ യേ ദുനിയാ കോ കൈസേ പ്യാർ കരേംഗേ. ഈ ലോകത്തെ എങ്ങനെ സ്നേഹിക്കും. കൈസേ എങ്ങനെ, യേ ഇവ, ദുനിയാ കോ ലോകത്തെ, കൈസേ എങ്ങനെ, പ്യാർ കരേംഗേ സ്നേഹിക്കും, അപ്നെ വിചാർ ലിഖേ സ്വന്തം അഭിപ്രായം എഴുതാം. സൂരജ്, ആദ്യ സൂരജാണ്. 3 സെൻറ്റൻസ് എഴുതണം. സൂരജാണ്. 3 സെൻറ്റൻസ് എഴുതണം. എഴുതാം. സൂരജ് ദുനിയാ കോ പ്രകാശ് ദേക്കർ പ്യാർ കരേംഗേ. പ്യാർ കരേഗ. സൂരജ് ലോകത്തിന് ദുനിയാ കോ പ്രകാശ് ദേക്കർ പ്യാർ കരേഗ. സൂര്യൻ ലോകത്തിന് പ്രകാശം നൽകി സ്നേഹിക്കും. അടുത്തത് സൂരജ് ദുനിയാ കോ ഗർമി ദേക്കർ പ്യാർ കരേഗ. സൂരജ് ദുനിയാ കോ ലോകത്തിന് ചൂട് നൽകി ഗർമി ദേക്കർ പ്യാർ കരേഗ സ്നേഹിക്കും. സൂരജ് ദുനിയാ കോ ഊർജ ദേക്കർ പ്യാർ കരേഗ. സൂര്യൻ ലോകത്തിന് ഊർജം നൽകി സ്നേഹിക്കും. അങ്ങനെ 3 സെൻറ്റൻസ് സൂര്യനെ കുറിച്ച് നമ്മൾ എഴുതി കഴിഞ്ഞു. അടുത്തത് പേട് മരം.
पेड़ दुनिया को फूल देकर प्यार करेगा. പേട് മരം ലോകത്തിന് ദുനിയാക്കോ പൂവ് നൽകി ഫൂൽ ദേക്കർ പ്യാർ കരേഗ. പേട് ദുനിയാക്കോ ഫൽ ദേക്കർ പ്യാർ കരേഗ. മരം ലോകത്തിന് ഫൽ പഴം ദേക്കർ നൽകി പ്യാർ കരേഗ സ്നേഹിക്കും. പേട് ദുനിയാക്കോ ചായ ദേക്കർ പ്യാർ കരേഗ. മരം ലോകത്തിന് ദുനിയാക്കോ തണൽ നൽകി ചായ തണൽ ദേക്കർ നൽകി പ്യാർ കരേഗ സ്നേഹിക്കും. അടുത്തത് ബാദലാണ് മേഘം. മേഘം ബാദൽ മേഘം. ബാദൽ ദുനിയാക്കോ പാനി ദേക്കർ പ്യാർ കരേഗ. ബാദൽ മേഘം ലോകത്തിന് പാനി നൽകി ജലം നൽകി പ്യാർ കരേഗ സ്നേഹിക്കും. ബാദൽ ദുനിയാക്കോ ശീതളത ദേക്കർ അല്ലെങ്കിൽ ഹരിയാലി ദേക്കർ പ്യാർ കരേഗ. മേഘം ലോകത്തിന് കുളിർമ നൽകി സ്നേഹിക്കും അല്ലെങ്കിൽ ഹരിയാലി പച്ചപ്പ് നൽകി സ്നേഹിക്കും. ബാദൽ ദുനിയാക്കോ ടണ്ട് ദേക്കർ പ്യാർ കരേഗ. ബാദൽ ലോകത്തിന് തണുപ്പ് നൽകി സ്നേഹിക്കും. ഇത് മൂന്നുമാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ.